ഇതിനിടയിൽ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. പൂരം സുരക്ഷിതമായി എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി കെ രാജൻ പറയുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ഇത്തവണ ചുമതലക്കാരുണ്ട്. സ്വരാജ് റൗണ്ടിൽ നിന്ന് തന്നെ വെടിക്കെട്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയുമെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. പൂരം വിളംബരത്തിന് തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. മന്ത്രി കെ രാജൻ നമ്മോടൊപ്പം ചേരുന്നു. രാജേട്ടാ, മഴ ഒരു പ്രശ്നമാകുന്നുണ്ടോ? മഴ ഒരു ചെറിയ തുടക്കം, ചൂടൊന്നും മാറ്റാനുള്ളതാണ്. കുഴപ്പമുണ്ടാകില്ല. വളരെ ഗംഭീരമായിട്ട് പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. നെയ്തലക്കാവ് ഭഗവതി എറണാകുളം ശിവകുമാറിന്റെ പുറത്ത് തിടമ്പേറ്റി അവിടെ എത്തിച്ചേരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ പൂരം ഇനിയുള്ള മണിക്കൂറുകൾ മുഴുവൻ തൃശ്ശൂരിന്റെ ശ്വാസഗതികളെ പോലും നിയന്ത്രിക്കുന്ന ഒരു താളമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ട് ഗംഭീരമായി. സാമ്പിൾ വെടിക്കെട്ടിനേക്കാൾ ഗംഭീരമാകും യഥാർത്ഥ വെടിക്കെട്ട് എന്നുള്ള പൊതുധാരണയുണ്ടായി. ആ വിധത്തിൽ ഗംഭീരമായിട്ടുള്ള പൂര തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. എന്തൊക്കെ ഒരുക്കങ്ങൾ? സുരക്ഷ കുറെ കൂടി നമ്മൾ കഴിഞ്ഞ തവണത്തേക്കാളും കുറെ കൂടി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നല്ല സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ആ സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമല്ല, നല്ല തയ്യാറെടുപ്പുള്ള ആളുകൾ തന്നെയാണ് പൂരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. എഴുന്നള്ളിപ്പിനും മാത്രമല്ല, മേളത്തിനും മാത്രമല്ല, നിയന്ത്രണത്തിലും പ്രമാണിമാരാണ്. കഴിഞ്ഞ തവണത്തെ മുന്നനുഭവത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അല്ല, അങ്ങനെ വലിയ മാറ്റങ്ങൾ നല്ല ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ കേരളം കണ്ടതിൽ വെച്ച് സാമ്പിൾ വെടിക്കെട്ട് നടന്നതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടായിട്ട് മാറിയതാണ്. ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു. തവണ അതൊന്നും ഉണ്ടാകില്ല. സംശയം, വെടിക്കെട്ട് കാണാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു തടസ്സവുമില്ല. 10-20,000 ആളുകൾക്ക് പുതിയതായിട്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലത്തിന് ശേഷം ആദ്യമായിട്ട് നേരിട്ട് അവിടെ ആളുകൾക്ക് റോട്ടിൽ ഇറങ്ങി നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാലമായിട്ട് ഈ കാലം മാറും. സുരക്ഷിതമായ അകലത്തിൽ സ്വരാജ് റൗണ്ടിൽ വളരെ സുരക്ഷിതമായ അകലത്തിൽ സ്വരാജ് റൗണ്ടിൽ തന്നെ നിന്ന് കാണാൻ പറ്റും. അതാണ്. എന്താണെങ്കിലും ഇത്തവണ മുന്നൊരുക്കങ്ങളൊക്കെ ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സുരക്ഷിതമായി പൂരം ആസ്വദിച്ച് മടങ്ങാനാവുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. CB അനുമോദ്, ന്യൂസ് 18. യെസ്, എന്തായാലും മികച്ച ഒരു പൂരക്കാഴ്ചകൾ അവിടെ നിന്ന് ഉയരട്ടെ. മികച്ച സംഘാടനം, അതാണ് അവിടെ സംഘാടക സമിതി, മന്ത്രി അടക്കമുള്ളവർ ഉറപ്പു നൽകുന്നത്. ഇപ്പോൾ പൂരവിളംബരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. പൂരവിളംബരത്തിന് വേണ്ടി അവിടെ എറണാകുളം ശിവകുമാർ അവിടെ എത്തിച്ചേരുകയാണ് വടക്കുന്നാഥ സന്നിധിയിലേക്ക്. ജി ശ്രീജിത്തുണ്ട്, ഒപ്പം CB അനുമോദ്. അനുമോദ്, എന്താണ് ഈ നീതിലക്കാവിലമ്മയുടെ വരവ്? എവിടം വരെ എത്തി? വടക്കുന്നാഥനെ വണങ്ങിയോ? അനുമതിയിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, എന്തായാലും മന്ത്രി അല്പം മുമ്പ് പറയുന്നത് ഏറ്റവും മികച്ച ഒരുക്കം എന്നതാണ്. കഴിഞ്ഞ തവണത്തെ വിവാദങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. വെടിക്കെട്ട് കാണാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ്. ഇപ്പോൾ ആംബുലൻസുകൾ, കഴിഞ്ഞ തവണ വിവാദമായ ആംബുലൻസുകൾ ഇത്തവണ DMOയുടെ സ്റ്റിക്കർ പതിച്ച ആംബുലൻസുകൾ മാത്രമേ അനുവദിക്കൂ. അങ്ങനത്തെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു മികച്ച ക്രമീകരണങ്ങളുടെ സൂചന ഈ പൂരത്തലേന്ന് അവിടെ പ്രകടമാവുന്നുണ്ടോ ശ്രീജിത്ത്? എന്താണ് അവിടുത്തെ കാഴ്ച? തീർച്ചയായും, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ ഈ ചുമതലയുണ്ടായിരുന്ന ഉന്നത സ്ഥാനത്തുള്ളവരൊക്കെയുടെ അസാന്നിധ്യമൊക്കെ ആയിരുന്നു പല ഘട്ടത്തിൽ വിമർശന വിധേയമായിരുന്നത്. അങ്ങനെയാണ് ഈ പൂരം കൈവിട്ടു പോകുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ MR അജിത് കുമാറൊക്കെ മാറി നിന്നത് പോലും വിവാദത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ദിവസം രാവിലെ മുതൽ തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് രാവിലെ കാണാൻ സാധിച്ചത്. രാവിലെ അനുമോദ് മന്ത്രി ബിന്ദുവുമായി കെ രാജനുമായി സംസാരിച്ചത് രാവിലെ കണ്ടതാണ്. അതിനുശേഷം അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു കെ രാജനും മന്ത്രി ബിന്ദുവും ഒക്കെ. ഇപ്പോൾ ഇതിനുള്ളിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുള്ളിൽ കൂടി കറങ്ങി പുറത്തേക്ക്, അതായത് ഈ തെക്കേ ഗോപുര നട തുറക്കുന്ന സമയത്തേക്ക് ഇവിടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ക്രമീകരണങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് എന്നാണ് അധികൃതർ പറയുന്നത്. നിലവിൽ ഇവിടെ അത്തരം ഈ ആളുകളെയൊക്കെ കൃത്യമായി തടഞ്ഞു നിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു എന്താ പറയുക, പോലീസിന്റെ ഒരു കൃത്യമായ ഇടപെടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അനാവശ്യ നിയന്ത്രണങ്ങൾ പലപ്പോഴും വില്ലനായി മാറാറുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണയൊക്കെ കണ്ടത്. ആ നിലയിലാണ് കാര്യങ്ങൾ ഉള്ളത്. നമുക്കെന്തായാലും മറ്റ് പല അതിഥികളും ഒക്കെ തന്നെ ഇവിടെയൊക്കെ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
നമുക്ക് ആളുകളോട് കൂടി ഒന്ന് ചോദിക്കാം സാഹിത്യ, അവർ തന്നെ പറയട്ടെ ഇത്തവണ എങ്ങനെ ഉണ്ട് ക്രമീകരണം എന്നൊക്കെയുള്ളത്. അവർ പറയുന്നതായിരിക്കും ഒരുപക്ഷെ കുറച്ചുകൂടി. അവരാണ് എല്ലാ വർഷവും സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ഒരുക്കം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളിയാണ്. നാളത്തെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യാം. എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു അടിപൊളി. എങ്ങനെയുണ്ട് ചേട്ടാ? പൊളിക്കല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി അടിപൊളി. കഴിഞ്ഞ തവണത്തെ ഒക്കെ പലപ്പോഴും നിയന്ത്രണങ്ങളൊക്കെ വന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒരു കുഴപ്പമില്ല, വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. കാര്യങ്ങൾ അടിപൊളിയാണ്. എന്താ പറയുന്നു? സന്തോഷം. എന്താണ് അവസ്ഥ? ഇത്തവണ നല്ല ക്ലൈമറ്റാണ്. മഴയൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ്. എല്ലാവരും വളരെ സൈലന്റ് ആണ്. മഴ പെയ്തതുകൊണ്ട് രാവിലെ ഒരു വലിയ ചൂടുണ്ടാവുന്നതിനൊരു ചെറിയൊരു നല്ല ക്ലൈമറ്റ് അല്ലേ? ഇത്തവണ പൂരം തകർക്കട്ടെ. അതെ. എന്താണ് അവസ്ഥ? പൂരം കുഴപ്പമില്ല, നല്ല വൈബാണ്. നമ്മള് കുറെ കാലമായിട്ട് കണ്ടിട്ടില്ല, ഗൾഫിലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് കാണാൻ വെച്ചിട്ട് നേരത്തോടെ വന്നിരിക്കുന്നു. കുറെ വർഷം മിസ്സായി അല്ലേ? കുറെ വർഷമായി, 10 വർഷത്തോളമായി. എങ്ങനെയുണ്ട്? ചൂടുണ്ട്. ചൂടായോ? ചൂടാവില്ല. മഴ പെയ്തൊന്നും കൊണ്ട് ആശ്വാസമില്ല. ചൂട് തന്നെ. എന്തായാലും സജിത്ത്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. അവര് ഹാപ്പിയാണ് നിലവിൽ. എന്തായാലും ഇവിടെ ഒരുപാട് ആളുകൾ ഓരോ ചാനൽ ക്യാമറ എത്തുമ്പോഴുമുള്ള വലിയ ആവേശമാണ് കാണാൻ സാധിക്കുന്നത്. ആളുകളുടെ ഒരു വലിയ ആരവങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇവിടെ വടം കെട്ടിയൊക്കെ തിരിച്ചുകൊണ്ട് കൃത്യമായ ക്രമീകരണങ്ങളും മറ്റും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. തൊട്ടപ്പുറം വരെയുള്ള സ്ഥലം കൃത്യമായൊരു വലിയ തിക്കും തിരക്കും ഇല്ലാതെ, അതായത് ഈ തെക്കേ ഗോപുരം നട തുറന്നിറങ്ങി വരുന്ന ആ ഭാഗത്ത് വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പല പ്രമുഖർ, IM വിജയനെ പോലുള്ളവരൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് വൈകാതെ അവരോടൊക്കെ സംസാരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റുന്നത്. നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ തെക്കേ ഗോപുര നട തുറന്നപ്പോൾ അതിൽ കിട്ടിയ ഒരു ആവേശമാണ്. അതാണ് ആളുകളെ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. ആവേശം തുടരുകയാണ്. ഇപ്പോൾ എറണാകുളം ശിവകുമാർ വരുമ്പോഴും അതേ ആവേശം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് പലരോടും സംസാരിക്കാൻ ശ്രമിക്കാം. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. സാറേ, ഇത്തവണത്തെ ഒരു ക്രമീകരണം എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു കൺട്രോളിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. കൺട്രോളിൽ പോകുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പൂരത്തിന്റെ മുദ്രാവാക്യം ലഹരി വിരുദ്ധ പൂരമാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു സ്ലോഗൻ തന്നെയുണ്ട്. പൂരം വൈബാണ് ഇഷ്ടം, അതൊരു ലഹരിയല്ല. ദാറ്റ് മീൻസ് നാർക്കോട്ടിക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതല്ല. അടിച്ചു പൊളിക്ക് ഇഷ്ടം, അതിര് കിടക്കരുത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൊമോഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ബലൂണൊക്കെ കൊടുക്കുന്നത്. അതിൽ നമ്മുടെ യോദ്ധാവിന്റെ നമ്പർ, പിന്നെ കുടകളുണ്ട്. ഈ കുടകളെല്ലാം തന്നെ നമ്മൾ 112 1930 അങ്ങനെയുള്ള നമ്പറുകളൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് പോലീസിന്റെ ഹെൽപ്പ് ലൈൻസ് എല്ലാം ആ കുടകളിൽ നോക്കി ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ആളുകൾക്ക് മാക്സിമം ഇൻഫർമേഷനും അതുപോലെ അഗനിസ്റ്റ് നാർക്കോട്ടിക് ഡ്രഗ്സ്, അതാണ് ഈ തവണത്തെ പൂരത്തിന് പോലീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഒരു പ്രചരണം കൂടി നടത്തി ജനങ്ങളിലേക്ക് ഒരു ബോധവൽക്കരണത്തിലൂടെ ഒരു ശ്രമമുണ്ട് പ്രത്യേക കാലാവസ്ഥയിൽ. ആളുകളെ മാക്സിമം ഇത് ഉപയോഗിക്കരുത് ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു ടീം ഇത് ഡിറ്റക്ട് ചെയ്യാനും പോയിട്ടുണ്ട്. കേസുകൾ കൃത്യമായിട്ട് എടുക്കപ്പെടും. അത് വലിയ ബുദ്ധിമുട്ട് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകും. നേരത്തെ തന്നെ ശ്രമം ആരംഭിച്ച അത്രയധികം ആളുകളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തവണ. പുരാവേശം കൊട്ടിക്കയറുകയാണ് തൃശൂരിൽ. ഇനി പൂരവിളംബരമാണ്. പൂരവിളംബരം പൂരത്തലേന്ന് തന്നെ ഈ തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നത് കാണുക എന്ന ഒരു വലിയ ചരിത്ര മുഹൂർത്തം, അത് കാണാൻ ആളുകളിങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ എല്ലാം ഭംഗിയായി മുന്നോട്ട് പോകും എന്നതാണ്. പൂരത്തിലെ പതിവ് ആളുകൾക്ക് തന്നെ ഇത്തവണയുമുണ്ട്. അത്തരം കാഴ്ചകളൊക്കെ തന്നെ അവിടുന്ന് കാണാനുമാവുന്നുണ്ട്. പൂരാവേശത്തിലാണ് തൃശൂർ. എന്തായാലും പൂരക്കാഴ്ചകളാണ്. പ്രധാനപ്പെട്ട കൊമ്പന്മാരെല്ലാം അണിനിരക്കുന്ന പൂരമാണ്. ഇത്തവണ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. കാരണം പ്രധാനപ്പെട്ട ആനകൾക്കൊന്നും ഫിറ്റ്നസ് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ദേവസ്വം അധികൃതർ ഉന്നയിച്ചിരുന്നത് കൊണ്ട് കേരളത്തിന് പുറത്തു നിന്നും ആനകളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കണം തുടങ്ങിയ വലിയ
ആവശ്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ അടക്കമുള്ള പ്രധാന ആനകൾക്കെല്ലാം ഫിറ്റ്നസ് കിട്ടുകയും അവയെ എഴുന്നള്ളിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ നാളെയാണ് പൂരനഗരിയിലേക്ക് എത്തുക എന്ന പ്രത്യേകതയുണ്ട്. ഇന്ന് എറണാകുളം ശിവകുമാറിന്റെ ദിവസമാണ്. ശിവകുമാറാണ് ഇന്ന് താരമായി അവിടെ നിൽക്കുന്നത്. നീതിലക്കാവമ്മയുടെ തിടമ്പേറ്റി പൂര വിളംബരം നടത്തുന്നത് 5ാം തവണയും എറണാകുളം ശിവകുമാറാണെന്ന പ്രത്യേകതയുമുണ്ട്. നമുക്കൊരു വേഗത്തിലൊരു ഇടവേളയാണ് മടങ്ങിയത്.